അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത് സിരുമനി ഫോളിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ശൃംഗേരിയിൽ നിന്നും വളരെ അടുത്ത് തന്നെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ കുറച്ച് നടക്കണം. സിരുമനി ഫോൾസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പോയിന്റിലെത്തിയിട്ടേ ഉള്ളൂ. ഇനി താഴേക്ക് ഒരു കുറേ പടികളൊക്കെ ഉണ്ട്. അതൊക്കെ നടന്ന് നമുക്ക് ഫോൾസിൻ്റെ അടുത്തെത്താം. ഫോൾസിൻ്റെ ശബ്ദം ഇവിടെ നിന്നാലേ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. ഒരുപാട് എക്സ്കർഷൻ ഗ്രൂപ്പൊക്കെ വരുന്ന സ്ഥലമാണ്. സിരുമനി ഫോൾസിൻ്റെ ശബ്ദം കേട്ട് തുടങ്ങി ഞാൻ ഈ സ്റ്റെപ്സ് ഇറങ്ങി താഴേക്ക് പോകാൻ പോകണം. എത്ര ദൂരം നടക്കണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. എന്നാലും പോവാം. ഈ ഇറക്കമെല്ലാം വളരെ സുഖകരമാണ്. പക്ഷേ ഇനി തിരിച്ചു കയറുമ്പോഴാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഒരു കാര്യം നമ്മൾക്കറിയാമല്ലോ, നമ്മൾ ഒരുപാട് വാട്ടർഫാൾസിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെ നമ്മൾ ഒരുപാട് ഇറങ്ങിയാണ് പോകേണ്ടത്. മനോഹരമായ സീനറീസ് കാണണമെങ്കിൽ കുറച്ച് അധ്വാനിക്കേണ്ടി വരും. പക്ഷേ ഇത് അധികം ദൂരം ഇല്ല തോന്നുന്നു. ശബ്ദം അടുത്തടുത്ത്. വാട്ടർഫാൾസ് അടുത്തടുത്ത് വരുന്ന ശബ്ദവും നന്നായിട്ട് കേട്ട് തുടങ്ങിയിട്ടുണ്ട്. പിള്ളേരെ സെറ്റെല്ലാം വെള്ളത്തിൽ ഇറങ്ങിയിട്ട് തിരിച്ച് കയറുകയാണ്. ഒരുപാട് കഷ്ടപ്പാടില്ല കേട്ടോ ഈ വാട്ടർഫാൾസിൻ്റെ അവിടെ വരാൻ. വളരെ കുറച്ച് വഴികളേ ഉള്ളൂ. വാട്ടർഫാൾസ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. കാര്യം ഇത് മഴ സീസൺ അല്ലല്ലോ. എന്നാലൊരു വാട്ടർഫാൾസിൻ്റെ ഫീലുണ്ട്. ഇവിടെ എല്ലാം പാറകളുടെ ഇടയിലേക്കൊക്കെ ആൾക്കാർക്ക് ഇറങ്ങി നടന്ന് നല്ല രീതിയിൽ കാര്യങ്ങൾ ആസ്വദിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. ഒരു വാട്ടർഫാൾസ് ആണെങ്കിൽ ഒരു വാട്ടർഫാൾ ഉണ്ട്. അതേസമയം പേടിക്കേണ്ടതായിട്ടുള്ളൊരു വാട്ടർഫാൾസ് ഇപ്പോൾ ആ ഫാളിന് അത്രയും ശക്തിയില്ല. എവിടെ പോകാനാണ് ആലോചിക്കുന്നത് വാസ്തവത്തിൽ. ഇവിടെ പല ഭാഗത്തും വാട്ടർഫാൾസിൻ്റെ അതായത് ഏറ്റവും കൂടുതൽ വെള്ളം ഫോൾസായിട്ട് വരുന്ന ആ കോർണറിലാണ്. പിന്നെ ഇവിടെ എല്ലാം പാറയുടെ മുകളിലൊക്കെ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത്. എന്തായാലും വളരെ ഹാപ്പിയാണ് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ. കുറച്ച് ആ ഭാഗത്തേക്ക് നടക്കാം. ഈ കല്ലുകളുടെ ഷേപ്പ് ഏതാണ്ട് തടിയുടെ ഷേപ്പ് പോലെയാണ്. തടി മുറിച്ചിട്ടേക്കുന്ന പോലെയാണ് ഇവിടെ കല്ലുകൾ കിടക്കുന്നത്. ഏതാണ്ട് തടിയിലെ ചീളുകളിങ്ങനെ ഇളകി വരുന്ന മാതിരി അങ്ങനത്തെ ഒരു ഡിസൈനാണ്. ഇത് ശരിക്കും പാറയാണ്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ കല്ല് കിടക്കുന്ന പോലെ, കല്ലാണെന്ന് തോന്നില്ല, തടി കഷ്ണങ്ങൾ പോലെ തോന്നും. ഇപ്പോൾ ഏറ്റവും ഭംഗിയുള്ള ഭാഗം അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ഭാഗം എന്ന് പറഞ്ഞാൽ ഫോൾസിൻ്റെ ഈ സ്ഥലം തന്നെയാണ്. ഈ ഭാഗത്താണ് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇത്ര അടുത്ത് പോയപ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം ഇങ്ങോട്ട് വീശി തുടങ്ങിയിട്ടുണ്ട്. നല്ല എന്താ പറയുക, വെള്ളം ഇങ്ങനെ തെറിച്ച് എൻ്റെ ദേഹത്തേക്ക് വീണുമാണ്. രണ്ടാൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വെള്ളത്തിൻ്റെ താഴെ വന്ന് നിൽക്കുവാണ് ഫോൾസിൻ്റെ. എനിക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും വെള്ളം ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് അടിച്ചു.
മതി, നമ്മുടെ ദേഹം മുഴുവൻ നനഞ്ഞോളും. അങ്ങോട്ട് ഇറങ്ങേണ്ട ആവശ്യം പോലില്ല. കാര്യം കാറ്റിൻ്റെ ഒരു ദിശ അനുസരിച്ച്, വാട്ടർഫോൾസിൻ്റെ ശക്തി അനുസരിച്ച് ഈ ഭാഗത്തേക്കാണ് ഇങ്ങനെ വെള്ളം വീശി അടിക്കുന്നത്. ഇപ്പോഴത്തെ കാഴ്ചയാണ്. ഇതിപ്പോൾ വിന്റർ സീസൺ, ഡിസംബർ മാസം. പക്ഷെ മഴക്കാലമാണെങ്കിൽ ഇങ്ങനെയൊന്നും വന്ന് നിൽക്കാൻ പറ്റില്ല. വലിയ ഫോൾസ് ആയിരിക്കും ഇത്. കാര്യം ഇവിടെ എല്ലാം വെള്ളമായിരിക്കും, ഭയങ്കരമായ ഒഴുക്കും ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ വളരെ സേഫായിട്ടുള്ള വാട്ടർഫോൾസിനെ മനം കുളിർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ലെങ്കിലും ആ വെള്ളത്തിൻ്റെ ആ തണുപ്പും അതിൻ്റെ ഒരു സുഖവുമൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ അതിൻ്റെ താഴേക്ക് പോയിട്ട് ഫുൾ നനയും, അതുകൊണ്ടാണ് പോകാത്തത്. എനിക്ക് വാസ്തവത്തിൽ ഇത്തരം വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇഷ്ടമുള്ള ആളാണ്. ഇതൊക്കെ നാച്ചുറലായിട്ട് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന കുറേ ഭാഗ്യങ്ങളാണ്. പിള്ളേർ ഭയങ്കര ബഹളം. വെള്ളച്ചാട്ടത്തിൽ ആൾക്കാർ കടന്ന് സന്തോഷിക്കുന്ന കണ്ടിട്ട് സത്യം പറഞ്ഞാൽ സന്തോഷം തന്നെയാണ്. പക്ഷേ എനിക്ക് കൂടുതൽ ഉള്ളിലേക്ക് നടന്ന് ഇതുപോലെ വെള്ളത്തിന് താഴെ പോയി നിന്ന് നനയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. ഏതാണ്ട് അടുത്ത് വരെ പോവാം. ഫുള്ള് പോയില്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ദൂരം. ഒരു ടീച്ചർ കുറേ സ്റ്റുഡൻസുമായിട്ട് വന്നിട്ടുണ്ട്. ടീച്ചർ അവിടെ നിൽക്കുന്ന കുട്ടികളൊക്കെ പണി കിട്ടിയത്. വെള്ളത്തിലിറങ്ങി തണുത്ത് വിറച്ച് നിൽക്കുന്ന നോക്കി കുട്ടികളെല്ലാം. എന്നാലും അവർക്കൊരു എൻജോയ്മെൻ്റ് ആണ്. ഇത് വലിയ പേടിക്കേണ്ട ഒരു കോൾസ് അല്ല. ഇവിടെ അങ്ങനെ ഒരു പേടി ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഫ്രീ ആയിട്ട് ഇവർക്കെല്ലാം വെള്ളത്തിൽ ചാടി ചാടി നടക്കും. മഴക്കാലത്തൊന്നും ഇവിടെ വന്നിങ്ങനെ നിൽക്കാമെന്നൊരു പ്രതീക്ഷ വേണ്ട. കുറച്ച് മാറി നിന്ന് വാട്ടർഫോൾസ് ആസ്വദിക്കാനേ പറ്റുള്ളൂ. ഇവരുടെ കളിയും ചിരിയും എല്ലാം കണ്ട് കുറച്ചു നേരം കൂടി നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് നമ്മളുടെ യാത്ര തുടരാം. രണ്ട് മൂന്ന് ടീച്ചേഴ്സും കുറേ ചെറിയ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നാണ്. പിക്നിക് ആ ഗ്രൂപ്പാണിത്.
വിചാരിക്കുക. ഈ സ്റ്റെപ്സ് കയറി പോയിട്ട് പിന്നീട് നമ്മളുടെ ബാക്കി വിശേഷം.